അങ്ങനെ പ്രജ്വൽ രേവണ്ണ നാട്ടിലെത്തി ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടിയിലായി. ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ജനതാദൾ എംപിയും JDS എംപിയും അതുപോലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായി. ജർമ്മനിയിലെ മ്യൂണിച്ചിൽ നിന്നും ബംഗളൂരുവിലെത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ശില്പയാണ് ആദ്യം നമ്മൾക്കൊപ്പം ചേരുന്നത്. ശില്പ, രാജ്യം ഏറെ ചർച്ച ചെയ്ത അതീവ ഗൗരവതരമായ ഒരു കേസ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലേക്ക് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് കടന്നു കളഞ്ഞ ആളാണ് പ്രജ്വൽ രേവണ്ണ. NDAയുടെ സ്ഥാനാർത്ഥിയാണ്, MP ആയി നിൽക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴാണ് എത്തിയത്? വന്ന ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? പൊതുവെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്നലെ എത്താൻ പോകുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിൽ നേരത്തെയും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ലൈംഗിക പീഡന കേസ് പ്രതിയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ പുറത്തു വന്നത്. 12:30 മെയ് 31 ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് കീഴടങ്ങുമെന്ന് നേരത്തെ തന്നെ പ്രജ്വൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു. താൻ ഇന്ന് തന്നെ കീഴടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം തന്നെ SIT അടക്കം ഈ ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിന്നിരുന്നു. ഇന്ന് പുലർച്ചെ 12:48 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ബംഗളൂരുവിലെത്തി പ്രജ്വൽ കീഴടങ്ങിയത്. പ്രജ്വൽ ഈ വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏതാണ്ട് കൃത്യമായി 12:48 പ്രജ്വൽ ഈ ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ എത്തിയത്. പിന്നാലെ ഇമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. കാരണം വലിയ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സൂചന ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഈ ഒരു വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് പ്രജ്വലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിവസമാണ്. കാരണം ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ പ്രജ്വലിനെ ഹാജരാക്കും. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഈ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ഡിപ്ലോമാറ്റിക് ഈ പാസ്പോർട്ട് അടക്കം റദ്ദാകുമെന്ന വലിയൊരു സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പ്രജ്വൽ ഇപ്പോൾ കീഴടങ്ങുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഇന്ന് പ്രജ്വൽ വിമാനത്താവളത്തിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. നേരത്തെ 2 തവണ പ്രജ്വൽ ബംഗളൂരിലെത്തുന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ അതിനിടയിൽ പ്രജ്വൽ ഈ ടിക്കറ്റ് അടക്കം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണിന്ന് പ്രജ്വൽ ബംഗളൂരുവിലെത്തി. തുടർന്ന് സ്പെഷ്യൽ അന്വേഷണ സംഘം പ്രജ്വലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ജാമ്യാപേക്ഷ ഇന്ന് സ്പെഷ്യൽ അന്വേഷണ സംഘം സമർപ്പിക്കും. പ്രത്യേക കോടതിയായിരിക്കും ഇത് പരിഗണിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അടിയന്തര വാദം കേൾക്കണമെന്നടക്കം കാണിച്ച് പ്രജ്വൽ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ഒരു വാദം കോടതി നിരസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അന്വേഷണ സംഘം ഉൾപ്പെടെ പ്രജ്വലിന് ഏതെങ്കിലും തരത്തിലുള്ള മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ പോകും. പ്രജ്വൽ ഇരകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന അടക്കമുള്ള കാരണങ്ങൾ ഈ സ്പെഷ്യൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് അത്തരത്തിൽ ജാമ്യാപേക്ഷ നേരത്തെ നിരസിച്ചിരുന്നു. ഏതായാലും കസ്റ്റഡി അപേക്ഷയ്ക്ക് വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് ഇപ്പോൾ ശില്പ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ ശില്പ നമ്മളുമായി പങ്കുവച്ചത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് NDAക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ച ഒരു കേസായി ഇത് മാറുകയായിരുന്നു. ശരി ശില്പ, താങ്ക് യു. അപ്പോൾ ഈ കേസിൽ NDAക്ക് വലിയ തിരിച്ചടിയുണ്ടായ കേസാണ്. NDA MP ആണ്, JDS നേതാവാണ്, JDS MP ആണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹാസനിൽ പ്രധാനമന്ത്രി തന്നെ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിനായി എത്തിയിരുന്നു. പ്രജ്വലിനെ പാർലമെൻറ്റിൽ ആവശ്യമുണ്ട് എന്ന നിലയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമൊക്കെ വലിയ നിലയ്ക്ക് ചർച്ചയായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം അങ്ങേറ്റം ഗുരുതരമായ ലൈംഗികാതിക്രമ കേസുകളാണ്, ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഏറെ കോളിളക്കം സൃഷ്ടിച്ച, കർണാടക രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന കോൺഗ്രസും വിമർശന വിധേയമായ സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന നിലയിലുള്ള ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP നയിക്കുന്ന NDA മുന്നണിക്ക് വലിയ തിരിച്ചടി കർണാടകയിലും പൊതുവിൽ രാജ്യത്തും ഈ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. കാരണം നാരീശക്തി എന്ന BJPയുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. ഇതാണോ രാജ്യത്തെ നാരീശക്തി എന്ന, സ്ത്രീ സംരക്ഷണം, സുരക്ഷിതത്വം എന്ന ചോദ്യം
ഉയർന്നിരുന്നു. ഒരു ഭാഗത്ത് ബ്രിജ്ഭൂഷൺ MP, നമുക്കറിയാം ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഗുസ്തി കായിക താരങ്ങളോട് കാട്ടിയിട്ടുള്ള വലിയ മനുഷ്യത്വരഹിതമായ നടപടികളുണ്ട്. അതുപോലെ തന്നെ സമാനമായ ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്, കേസുണ്ട്. ഇപ്പോൾ ദില്ലിയിൽ FIR എടുത്തിട്ടുണ്ട്. കേസ് കോടതി നിർദ്ദേശപ്രകാരം ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഒടുവിൽ BJPക്ക് സീറ്റ് നൽകാതിരിക്കേണ്ടി വന്നു. ഒപ്പം UP യിൽ മകന് സീറ്റ് നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പുറത്ത് കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ കേസ് കൂടി വന്നത്. മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ ചെറുമകനാണ്, രേവണ്ണയുടെ മകനാണ്. രേവണ്ണയും അറസ്റ്റിലാണ്, പിതാവ് രേവണ്ണയും അറസ്റ്റിലാണ്. അങ്ങനെ അത് ഏറെ രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിച്ചാണ്. ഇന്നലെ കണ്ടൊരു വീഡിയോ ഉണ്ട്. HD കുമാരസ്വാമി, രേവണ്ണയുടെ സഹോദരൻ, ദേവഗൗഡയുടെ മറ്റൊരു പുത്രൻ, ഈ സമയത്ത് വിനോദയാത്രയിലാണ് കുടുംബവുമൊത്ത് എന്ന നിലയിലുള്ള ഒരു വീഡിയോ ഒരു മാധ്യമത്തിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ അടിയന്തരമായി എത്തണം എന്ന നിലയിൽ ഒടുവിൽ നിവൃത്തികെട്ട് ദേവഗൗഡ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്ന പ്രജ്വൽ ഒടുവിൽ തിരിച്ചു വന്നത്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാനമുള്ളൊരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി അയാൾ പിടിയിലായിട്ടുള്ളത്. ഏതായാലും എല്ലാ നിയമ നടപടികളും ഒളിവിലിരുന്ന് പൂർത്തീകരിച്ച് തയ്യാറാക്കി തന്നെയാണ് കീഴടങ്ങിയിട്ടുള്ളത് എന്നുകൂടി കാണാം. കാരണം ഇന്ന് തന്നെ ജാമ്യാപേക്ഷ കോടതിക്ക് മുമ്പാകെ വരികയാണ്. പക്ഷേ സ്വാഭാവികമായി കേസിൻ്റെ ഒരു സ്വഭാവം വെച്ച് അത് ഏത് നിലയിലായിരിക്കും കോടതി പരിഗണിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും വരാനിരിക്കുന്നു. പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ, ഇതെല്ലാം വരാനിരിക്കുന്നു. ഈ കേസിൻ്റെ തുടർ ദിവസങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും.